ചിലപ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ ചില ആളുകൾ വരാറുണ്ട്. വളരെ പ്രായമേറിയ, സ്വയം എണീറ്റ് നടക്കാൻ തന്നെ നന്നേ കഷ്ടപ്പെടുന്ന ചിലർ. അവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനം വിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്ന ചില ഫീലിങ്സ് ഉണ്ട് അല്ലേ? ഇതെന്തൊക്കെയായിരുന്നെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. Today we are going to discuss about the poem An Old Woman written by Arun Kolatkar. Indian writing ആണ് in English. Now let us see the introduction part. Arun Kolatkar was born in 1932 and died in 2004. Was a poet from Maharashtra in India. ഇന്ത്യയിലെ മഹാരാഷ്ട്ര എന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണ് അരുൺ കൊലാട്കർ വന്നിട്ടുള്ളത്. He was a prolific poet, writing in both Marathi ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ബൈലിംഗൽ റൈറ്ററാണ് അല്ലേ? മറാത്തിയും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ജജൂരി വോൺ ദ കോമൺവെൽത്ത് പോയട്രി പ്രൈസ് ഇൻ 1977. 1977 ഇദ്ദേഹത്തിൻ്റെ ജജൂരി എന്ന കവിതാ സമാഹാരത്തിന് കോമൺവെൽത്ത് പോയട്രി പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഹിസ് മറാത്തി വേഴ്സ് കളക്ഷൻ ബിജ്കി വഹി വോൺ എ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 2005. ഇപ്പോൾ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2005 ബിജ്കി വഹി എന്ന് പറയുന്ന മറാത്തി വേഴ്സിന് സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആന്തോളജി ഓഫ് ഹിസ് വർക്ക്സ് മീൻസ് കവിതാ സമാഹാരങ്ങൾ, അതേപോലെ തന്നെ കളക്റ്റഡ് പോയം ഇൻ ഇംഗ്ലീഷ് എഡിറ്റഡ് ബൈ അരവിന്ദ് കൃഷ്ണ മെഹത്ര. അരവിന്ദ് കൃഷ്ണ മെഹത്ര എന്ന് പറഞ്ഞ ആളാണ് അത് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ആക്സ് ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ 2010. ട്രെയിൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ഫ്രം ദ JJ സ്കൂൾ ഓഫ് ആർട്ട്. ഹി വാസ് ആൾസോ എ നോട്ടഡ് ഗ്രാഫിക് ഡിസൈനർ. അപ്പോൾ ഇദ്ദേഹം പോയിറ്റ് മാത്രമല്ല, ഒരു ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ്. This poem, An Old Woman, is a selection from Jejuri, a collection of his poems. ജജൂരി 1977 എഴുതിയിട്ടുള്ളതെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ജജൂരിയിലാണ് ഓൾഡ് വുമൻ ആൻഡ് ഓൾഡ് വുമൺ എന്നുള്ള പോം വന്നിട്ടുള്ളത്. ഇസ് ഫുൾ ഓഫ് ഓൾ ദി ആക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് എ പിൽഗ്രിം പ്ലേസ്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളാണ് ഈ ഒരു പോമത്തിൽ ഡിസ്കസ് ചെയ്യണത്. കളക്ഷൻ ഓഫ് പോമത്തിൽ ജജൂരിയിൽ ഡിസ്കസ് ചെയ്യണത്. ലൊക്കേഷൻ ഓഫ് ആക്ഷൻ ഇസ് ജജൂരി, a pilgrim place in Maharashtra. This poem presents the old woman in the poem in a different picture as the speaker discovers her in a new light owing to his changed perspective. അപ്പോൾ ഇതിൽ നമ്മുടെ പോയിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടർ, അതായത് ഓൾഡ് വുമൺ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ആ ഒരു സാധാരണ ചിത്രം തന്നെയാണ്, ഒരു ബെഗറിൻ്റെ ചിത്രം. പിന്നീട് അദ്ദേഹം അതിലേക്കൊരു പുതിയ വെളിച്ചം കൊണ്ടുവരാണ്. He finds this woman near a temple shrine. Temple shrine എന്ന് പറഞ്ഞാൽ ഒരു പുണ്യസ്ഥലം. Looking frail but firm in her eyes. Frail എന്ന് പറഞ്ഞാൽ ഒരുപാട് തളർന്ന രീതിയിലായിരുന്നു. But firm in her eyes. പക്ഷെ അവരുടെ കണ്ണുകളിൽ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. She wants him to take her service to go around the horseshoe shrine ഫോർ എ 50 പൈസ കോയിൻ. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ 50 പൈസക്ക് നമ്മുടെ പോയിറ്റിനെ ഹോഴ്സ് ഷൂ ഷ്രൈൻ, ഒരു പുണ്യകേന്ദ്രമാണ്, അത് കാണിക്കാൻ പോകണം എന്നൊരാഗ്രഹമായിരുന്നു. അതായിരുന്നു അവരുടെ ആവശ്യം. ദോ ഇനീഷ്യലി ദ സ്പീക്കർ വാണ്ട്സ് ടു ഇഗ്നോർ ഹർ, ഷീ സ്റ്റിക്സ് around and he notices her deep conviction to make her own living independently. ആദ്യം പോയിറ്റിന് അവരെ ഇഗ്നോർ ചെയ്യണം, അവരെ അവഗണിക്കണം എന്നൊരു ചിന്തയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് അവരെക്കുറിച്ച് ആലോചിച്ചു, അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള ബോധം ഉണ്ടായി. ഹിസ് പെർസ്പെക്ഷൻസ് ചേഞ്ചസ് ഇവൻച്വലി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻധാരണ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ഇറ്റ്സ് കവർ പേജ്. ഒരു ബുക്കും അതിൻ്റെ കവർ പേജ് വെച്ച് ജഡ്ജ് ചെയ്യരുതെന്ന്. പോത്തിൻ്റെ തീം ഹൗ അവർ പ്രിജുഡൈസസ് മേക്ക് അസ് ജഡ്ജ്മെൻ്റൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എങ്ങനെയാണ് നമ്മുടെ മുൻധാരണകൾ പലരെയും വിലയിരുത്താൻ കാരണമാവുന്നത്. വി ജഡ്ജ് പീപ്പിൾ നോട്ട് ഓൺ ദയർ മെറിറ്റ്സ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് അവർ പ്രീ കൺസീവ്ഡ് നോഷൻസ്. പലപ്പോഴും നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഗുണങ്ങൾ കൊണ്ടല്ല, പക്ഷെ നമുക്ക്
കുറച്ച് മുൻധാരണകളുണ്ട്. അത് വെച്ചിട്ടാണ് പലവരെയും ജഡ്ജ് ചെയ്യണത്. ഇനി ഇതിലത്തെ 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിറ്റ് ആസ് എ ടൂറിസ്റ്റ് ആൻഡ് ഓൾഡ് വുമൻ. Second person narration to get the reader more involved in the action and the sentiment of the poem. ഇതിൽ സെക്കൻഡ് പേഴ്സൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പോയിറ്റ് സെക്കൻഡ് പേഴ്സൺ നരേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു എന്ന വേർഡ് അല്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് വായിക്കുമ്പോൾ ഇത് ഞങ്ങൾ ഓരോരുത്തരുമല്ലേ, ഞങ്ങൾ ഇങ്ങനെയാണല്ലോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഞങ്ങളെ കുറിച്ചിട്ടല്ലേ ഈ പറയുന്നത് എന്നൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പോയത്തിൽ എങ്ങനെയാണ് ചിന്തകൾ വളർന്നു വരുന്നത് നോക്കാം. ഈ ഒരു പോം 11 ട്രിപ്ലെറ്റ്സിലാണുള്ളത്. ഫസ്റ്റ് 5 ട്രിപ്ലെറ്റ് ആർ അബൌട്ട് ദ ഇൻഡിഫറൻസ്. ആദ്യത്തെ 5 ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ 3 വരികളായിട്ട്, അതിൽ പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ രീതിയിലുള്ള ഒരാളുടെ കാഴ്ചപ്പാട്. പിന്നെ എപ്പത്തി ആൻഡ് ഇറിറ്റേഷൻ ഫെൽറ്റ് ബൈ ദ പോയിറ്റ്. പിന്നെ എന്താ വെച്ചാൽ ആ പോയിറ്റിന് തോന്നിയിട്ടുള്ള ആ ഒരു ഇറിറ്റേഷനെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യത്തെ 5 സ്റ്റാൻസിൽ പറയണത്, 5 ട്രിപ്ലെറ്റിൽ പറയണത്. 6th ട്രിപ്ലെറ്റ് ഈസ് വേർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിറ്റ് ചേഞ്ചസ് ആൻഡ് ഹീ സീസ് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് ലൈറ്റ് ഓൾ ടുഗദർ. 6ാമത്തെ ട്രിപ്ലെറ്റ് തൊട്ടിട്ടാണ് മാറ്റത്തിൻ്റെ വെളിച്ചം വീശുന്നത്. അവിടെ തൊട്ടിട്ടാണ് പോയിറ്റ് കാര്യങ്ങൾ ഒരു ഡിഫറെൻറ്റ് ലെവലിൽ കാണാൻ തുടങ്ങുന്നത്. ലാസ്റ്റ് 5 ട്രിപ്ലെറ്റ്സ് ആർ ആൻ എക്സ്പ്രഷൻ ഓഫ് ദി ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവ്. അവസാനത്തെ 5 ട്രിപ്ലെറ്റിൽ എന്താ കാണുന്നത് വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ മൊത്തം ഒരു ചേഞ്ച്, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. An old woman grabs hold of your sleeve and tags along. She wants a 50 paise coin. He says, she will take you to the horseshoe shrine. You have seen it already. She hobbles along anyway and tightens her grip on your shirt. വളരെ സിമ്പിളായിട്ടുള്ള ലൈനുകളാണ് അല്ലേ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്ത്രീ ഒരാളെ കൈക്ക് പിടിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് പിടിച്ചിട്ട് നിർബന്ധിക്കുകയാണ് അല്ലേ. ഷി വോണ്ട് ലെറ്റ് യു ഗോ. യു നോ ഹൗ ഓൾഡ് വുമൻ ആർ. ദേ സ്റ്റിക്ക് ടു യു ലൈക്ക് എ ബർ. ബർ എന്ന് പറഞ്ഞാൽ ഇരുമ്പും കാന്ത ഇരുമ്പൊക്കെ അല്ലേ, അതുപോലെ ഇരുമ്പ് പോലെ വളരെ ശക്തിയായിട്ട് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. യു ടേൺ അറൗണ്ട് ആൻഡ് ഫേസ് ഹർ വിത്ത് ആൻ എയർ ഓഫ് ഫൈനാലിറ്റി. യു വാണ്ട് ടു എൻഡ് ദ ഫാർസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അത് അവിടെ അവസാനിപ്പിക്കണം എന്ന ചിന്തയിൽ അദ്ദേഹം അവരെ നോക്കുകയാണ്. Let us see the summary of the poem. The poet Arun Kolatkar in this poem writes about an old woman he meets at the horseshoe shrine. She grabs hold of the speaker's sleeve and tags along. അവർ നമ്മുടെ സ്പീക്കറിൻ്റെ കുപ്പായത്തിൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് എന്തോ ആവശ്യപ്പെടുന്നുണ്ടാവും. ചിലപ്പോഴൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ, ഒരു വാശി സാധിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നമ്മുടെ കുപ്പായത്തിൻ്റെ കൈയൊക്കെ പിടിച്ച് വലിക്കാറുണ്ട്. ഓൾ ഷീ വാണ്ട്സ് ഇസ് എ 50 paise കോയിൻ. അവൾക്ക് വേണ്ടിയത് വെറും 50 പൈസയായിരുന്നു. ആഫ്റ്റർ ഓൾ ഫോർ ദിസ് മണി ഷീ ഇൻറ്റൻസ് ടു ടേക്ക് ദ പോയിറ്റ് അറൗണ്ട് ദ ഷ്രൈൻ. അവർക്ക് ഈ കാശി ഓശാരമായിട്ടൊന്നും വേണ്ടായിരുന്നു. അവർ ഈ കാശിക്ക് പകരം പോയിറ്റിനൊരു സർവീസ് ചെയ്യാമെന്ന് തയ്യാറായിരുന്നു. ആ സർവീസ് എന്താണെന്ന് വെച്ചാൽ ഹോഴ്സ് ഷൂ എന്നു പേരുള്ള ആ ഒരു തീർത്ഥ കേന്ദ്രം അത് ചുറ്റിക്കാണിക്കുക. ദോ ഹി വാസ് ഓൾറെഡി സീൻ ഇറ്റ് ഷീ ഡസ് നോട്ട് ഗീവ് അപ്പ് ഈസിലി. പക്ഷേ നമ്മൾ പോയിട്ടാണെങ്കിൽ അത് മുന്നേ തന്നെ കണ്ടിരിക്കണു, അതുകൊണ്ട് തന്നെ മൂപ്പര് അതിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ ഓൾഡ് വുമൻ അവർ അത്ര വേഗം തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. ദ സ്പീക്കർ ഹൗഎവർ വാണ്ട്സ് ടു ഡിക്ലെയർ ദാറ്റ് ഹി ഡസ് നോട്ട് വാണ്ട് ഹർ സർവീസ്. അപ്പോൾ ഒറ്റ വാക്കിൽ വേണ്ട എന്ന് പറയാനുള്ള തീരുമാനം നമ്മൾ പോയിട്ട് എടുക്കുകയാണ്. ഇനി പോയത്തിന് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. വെൻ യു ഹിയർ ഹർ സേ വാട്ട് എൽസ് ക്യാൻ ആൻ ഓൾഡ് വുമൻ ഡു ഓൺ ഹിൽസ് ആസ് wretched ആസ് ദീസ്. യു ലുക്ക് റൈറ്റ് അറ്റ് ദ സ്കൈ clear through the bullet holes she has for her eyes. And as you look on, the cracks that begins around her eyes spread beyond her skin. അപ്പോൾ വയസ്സായ സ്ത്രീകളാണ് അല്ലേ, അപ്പോൾ അവരുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ തൊലിപ്പുറത്തൊക്കെ ചുളിവുകൾ വീണിട്ടുണ്ടാവും. ആൻഡ് ദ ഹിൽസ് ക്രാക്ക് ആൻഡ് ദ ടെമ്പിൾസ് ക്രാക്ക് ആൻഡ് ദ സ്കൈ ഫോൾസ്. അപ്പോൾ
ഇദ്ദേഹം അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, എത്രത്തോളം പ്രായമായ സ്ത്രീയാണെന്ന് അതിശയോക്തിയോടുകൂടി നിൽക്കുമ്പോൾ അദ്ദേഹം ഭൂമിയിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലത്തെ ഒരു ഫീല് വരാണ്. വിത്ത് എ പ്ലേറ്റ് ഗ്ലാസ് ക്ലാറ്റർ അറൗണ്ട് ദ ഷാറ്റർ പ്രൂഫ് ക്രോൺ who stands alone. ഒരു പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ക്ലാറ്റർ ചെയ്യണ പോലെ, അതിങ്ങനെ ചിന്ന ഭിന്നമായി തെറിച്ച് വീഴില്ലേ, അതുപോലെ ഇദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ നിന്ന് ചിന്ന ഭിന്നമാകുന്നത് പോലെ തോന്നി. ആൻഡ് യു ആർ റെഡ്യൂസ്ഡ് ടു സോ മച്ച് സ്മോൾ ചേഞ്ച് ഇൻ ഹർ ഹാൻഡ്. അപ്പോൾ ഇദ്ദേഹം ആ ഒരു വയസ്സായ സ്ത്രീയുടെ മുന്നിൽ ഒരുപാട് അങ്ങോട്ട് ചെറുതായി പോകുന്ന പോലത്തെ ഫീൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ഒരു പോയത്തിലെ ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ, ബട്ട് ഹർ വേർഡ്സ് വാട്ട് എൽസ് ക്യാൻ ആൻ ഓൾഡ് വുമൻ ഡു ഓൺ ഹിൽസ് ആസ് wretched ആസ് ദീസ് ഡ്രോ ഹിസ് അറ്റൻഷൻ. അപ്പോൾ അവരുടെ ഈ വാക്കുകൾ, അതായത് ഈ ഒരു കുന്നും പ്രദേശത്ത് എന്നെ പോലെയുള്ള ഒരു വയസ്സായ സ്ത്രീ എന്തു ചെയ്യാനാണ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റിയത്. ഒരു ബോധോദയം ഉണ്ടായ ശേഷമാണ് അദ്ദേഹം ആ സ്ത്രീകളുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും. ഹി ഫൈൻഡ്സ് ബുള്ളറ്റ് ഹോൾസ് ഫോർ ഹർ ഐസ്. സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ ഒരു ബുള്ളറ്റ് ഹോൾസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ആ ബുള്ളറ്റ് ഹോൾസിൻ്റെ അത്രയും വ്യാപ്തമുള്ള ഹോൾസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ണിൻ്റെ അവിടെ അത്രയും ചുളിവുകൾ വീണിട്ടുണ്ടായിരുന്നു. Then a sudden change occurs in the atmosphere. The hills crack, the tumbles crack and the sky falls. നമ്മൾ എപ്പോഴും പറയാനൊരു ഡയലോഗാണ് അല്ലേ, ആ നിന്ന നിൽപ്പിൽ നിലം പരിശാകുന്ന പോലത്തെ ഒരു തോന്നലുണ്ടായെന്നൊക്കെ. അതേപോലെ തന്നെയാണ് പോയിറ്റിന് ഇവിടെ ഫീൽ ചെയ്തത്. പെട്ടെന്നൊരു മാറ്റം, അന്തരീക്ഷത്തിലൊക്കെ ആകെ ഒരു മാറ്റം. പെട്ടെന്ന് ഇദ്ദേഹം ആ കുന്നും ടെമ്പിളും അതുപോലെ ആകാശമൊക്കെ ഇടിഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായി. There is an inward change that takes place simultaneously in the speaker while the woman stands alone. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടായത്. ആ സമയത്ത് ആ ഒരു സ്ത്രീ, വയസ്സായ സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. By now the speaker's perception of the woman as one merely pestering the visitors for money has undergone a change. ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ആ ഓൾഡ് വുമനെ കുറിച്ചിട്ടുണ്ടായിരുന്ന മൊത്തം കാഴ്ചപ്പാട് മാറുകയാണ്. അവർ എല്ലാ വിസിറ്റേഴ്സിനെയും 50 പൈസയ്ക്ക് വേണ്ടിയിട്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അത് ഒരിക്കലും ഒരു ശല്യം ചെയ്യലല്ല. ഒരു കുന്നും പ്രദേശത്ത് ആ വയസ്സായ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ജോലി ഈ വിസിറ്റേഴ്സിന് ഈ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ടെമ്പിൾ ചുറ്റിക്കാണിക്കുക എന്നതായിരുന്നു. He now understand that this woman likes to live independently, earning her living. ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഈ ഒരു സ്ത്രീക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത വരുമാനം കണ്ടെത്തിക്കൊണ്ട് ജീവിക്കണം, അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ടെന്ന്. The poem concludes that anyone cannot be just taken for granted. ഈ പോം അവസാനിക്കുന്നത് പലപ്പോഴും പലവരും വേണ്ട വിധത്തിൽ അർഹിക്കുന്ന ന്യായം കിട്ടുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യപ്പെടുന്നില്ല എന്നതിനെ കുറിച്ചിട്ടാണ്. ഇനി ഇതിലത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ദ ഓൾഡ് വുമൻ ഓഫർ ടു ഡു? നമുക്കറിയണതാണ് അല്ലേ. ദ ഓൾഡ് വുമൻ ഓഫേഴ്സ് ടു ടേക്ക് the visitors to the horseshoe shrine in exchange for 50 paise coins. അപ്പോൾ 50 പൈസക്ക് ഈ വല്യമ്മ ആ ഹോഴ്സ് ഷൂ ഷ്രൈൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. ഷീ ആസ്ക്ഡ് എ 50 പൈസ കോയിൻ ഫോർ ഡൂയിങ് സോ. അവർ ആവശ്യപ്പെട്ടത് അതിന് വെറും 50 പൈസയാണ്. ഷീ സ്റ്റാൻഡ്സ് ടു ബി ആൻ ഐഡിയൽ പേഴ്സൺ ഫോർ എവ്രി വൺ ഹു ഡസ് നോട്ട് വാണ്ട് ടു ഡു ദ ജോബ്. അപ്പോൾ ഇവർ ആരോട് ബെഗ് ചെയ്തിക്കല്ല, വെറുതെ കെഞ്ചി യാചിച്ച് വാങ്ങുകയല്ല, പകരം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ അവർ ജോലി ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ആ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോയിറ്റിൻ്റെ പോലത്തെ ചില ആളുകൾ മുഖം തിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നീട് ഒരു ബോധോദയം ഉണ്ടായി അത് തിരുത്താൻ ശ്രമിക്കുമ്പോഴത്തേനും അദ്ദേഹത്തിന് ഭൂമി പിളർന്നുള്ളിലേക്ക് പോകുന്ന ഫീൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. പലപ്പോഴും കുട്ടികൾ ഫീസ് കൊടുക്കാൻ മടിക്കുന്നുണ്ട്.
ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് തീർച്ചയായും അത്യാവശ്യം കാശ് മുടക്കിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി ടീച്ചേഴ്സ് ആയവരായിരിക്കും. എന്നിട്ട് അവർക്ക് ശമ്പളം കിട്ടേണ്ട ഒരു സമയമാകുമ്പോൾ കുട്ടികൾ ഫീസ് അടക്കണില്ല എന്നൊരു കാരണം കൊണ്ട് അവർക്ക് വേണ്ട വിധത്തിൽ ശമ്പളമോ അതുപോലെ തന്നെ ജീവിത നിലവാരം താഴ്ന്നു പോകുമ്പോൾ അവർക്ക് മോട്ടിവേഷനും കുറഞ്ഞു പോകുന്നു അല്ലേ. ഹൗ ഈസ് ദ പ്ലൈറ്റ് ഓഫ് ദ ഓൾഡ് വുമൻ ഡെപ്പിക്റ്റഡ് ഇൻ ദ പോം. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് ഈ ഒരു ഓൾഡ് വുമൻ്റെ അവസ്ഥ ഈ ഒരു പോത്തിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ദ പോയിറ്റ് ഡെപ്പിക്ട്സ് ദ കണ്ടീഷൻ ഓഫ് എൻ ഓൾഡ് വുമൻ ആസ് എ ഹെൽപ്ലെസ് വുമൻ. നിസ്സഹായത അവസ്ഥയാണ് കാണിക്കുന്നത് അല്ലേ, ഈ ഒരു സ്ത്രീയുടെ നിസ്സഹായത അവസ്ഥ. ദ വുമൻസ് ഏജ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഫാക്ട് ദാറ്റ് ദ പ്രോബ്ലം ഈസ് മോർ പ്രൊനൗൺസ് ഇൻ ദ കേസ് ഓഫ് ദ ഓൾഡ്. അപ്പോൾ വയസ്സായവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത ഒരു ലോകത്തെയാണ് കാണിക്കുന്നത്. ഇതിൽ ആ ഒരു സ്ത്രീയുടെ വയസ്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. ദ പോയിറ്റ് ആസ്ക്സ് അസ് ടു നോ ദ റീസൺ ഫോർ her pitiable condition and how old age women are neglected by everyone. അപ്പോൾ പോയിറ്റ് എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, ഈ സമൂഹത്തോട് മൊത്തത്തിൽ ചോദിക്കുകയാണ്, ആരാണ് ഇത്തരത്തിൽ ഒരു സഹാനുഭൂതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മഹാമോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വയസ്സായവരെ തള്ളിയിട്ടത്. അതിന് അദ്ദേഹം എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. People have no space for old and they are not aware of their പ്രീഡിക്കാമെൻറ്റ്സ്. ആളുകൾ ഒരിക്കലും വയസ്സായവർക്ക് വേണ്ടിയിട്ട് സമയമോ അല്ലെങ്കിൽ പണമോ ഒന്നും ചിലവാക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ അല്ലേ, പഴുത്ത ഇല വീഴുന്നത് കണ്ട് പച്ചയില ചിരിക്കരുത് എന്ന്. കാരണം എല്ലാവരും ഒരു ദിവസം വയസ്സാവാറുള്ളതാണ്. ചിലർ പ്രീമച്വർ ഡെത്ത് ഉള്ളവരുണ്ടാവും, പെട്ടെന്ന് മരണം. അല്ലാത്തവരൊക്കെ പ്രായമായിട്ട് തന്നെ മരിക്കുകയുള്ളൂ. ഇൻ ദ പോം ദ വുമൻ ഡെപിക്ട്സ് ഓൾ ദോസ് ഹൂ ലിവ് ഇൻ പോവർട്ടി ആൻഡ് ഹോംലെസ്. അപ്പോൾ ഈ ഒരു ഓൾഡ് വുമൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരെയും പ്രതീകമായിട്ടാണ് ഈ ഒരു സ്ത്രീ ഈ ഒരു പോത്തിൽ വരുന്നത്. അവർക്ക് എന്തുണ്ട്? പോവർട്ടി ഉണ്ട്. പോവർട്ടി മീൻസ് ദാരിദ്ര്യം ആൻഡ് ഹോംലെസ്, വീടില്ലാത്ത അവസ്ഥ ഉണ്ട്. ഹെൻസ് ദ പോയിറ്റ് വാണ്ട്സ് ടു ടേക്ക് അപ്പ് ദിസ് സോഷ്യൽ problem of the old and take necessary measures to ensure that they live a life of dignity. അപ്പോൾ എന്നിരുന്നാലും പോയിറ്റ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പ്രായത്തെയാണ്. അതായത് ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ എത്രത്തോളം സമൂഹത്തിൽ അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവർക്കുണ്ട് ഡിഗ്നിറ്റി അല്ലേ, അവർക്ക് അവരുടേതായ ആത്മാഭിമാനമുണ്ട്, അത് സമൂഹം കൊടുക്കണം എന്ന രീതിയിലാണ് പോം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വെൻ സ്പീക്കർ ഹാസ് ഹിസ് റിയലൈസേഷൻ ഹി ഹാസ് ചേഞ്ച്ഡ് പെർസ്പെക്റ്റീവ് ആൻഡ് ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് റെഡ്യൂസ് ടു ദ പൊസിഷൻ ഓഫ് ബീങ് എ പേഴ്സൺ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഈ ഒരു പോയിറ്റിന് പെട്ടെന്നാണ് ഒരു ബോധോദയം ഉണ്ടായത്. ആദ്യം ഇദ്ദേഹം എല്ലാവരെ പോലെ തന്നെയാണ് ചിന്തിച്ചത്. ഹി ഹാസ് ചേഞ്ച്ഡ് പെർസ്പെക്റ്റീവ് ആൻഡ് ഫൈൻഡ് ഹിംസെൽഫ് റെഡ്യൂസ് ടു ദ പൊസിഷൻ ഓഫ് ബീങ് എ പേഴ്സൺ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇദ്ദേഹത്തിന് അതുവരെ മറ്റെന്തൊക്കെ ലോകത്ത് എന്തൊക്കെ ചിന്തയിലായിരുന്നു. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് ഇദ്ദേഹം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായി മാറുന്നത്. ഈ ലോകത്ത് ഇദ്ദേഹത്തിന് ജീവിക്കാൻ അർഹത ഉണ്ട്, അല്ലെങ്കിൽ ഒരു അർഹനായ ഒരു വ്യക്തിയാവുന്നത്. The poet tries to awakes in us a sense of responsibility towards fellow brethren. അതായത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം. എപ്പോഴും മറ്റുള്ളവരുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മളെ കൺസിഡർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. ഹൗ ഡസ് ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് അണ്ടർഗോ എ ചേഞ്ച്. അപ്പോൾ പോയിറ്റിൻ്റെ മനോഭാവം എപ്പോഴാണ് മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാറിയതെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് അല്ലേ. In the poem we see the speaker getting annoyed with the old woman for pestering him for 50 paise with the offer of taking him to Horseshoe Shrine. അപ്പോൾ ഫസ്റ്റിൽ എല്ലാവരും പോലെ ഇദ്ദേഹത്തിനും ഈ ഒരു സ്ത്രീയോട് ദേഷ്യമാണ് തോന്നിയത്, അനോയ്. The speaker wants to get rid of her as he has already seen the shrine.
When he hears the question, what else can an old woman do on hills as wretched as this? ഇതുപോലെ മോശമായ ഒരു കുന്നിൽ എന്താണ് ഒരു വയസ്സായ സ്ത്രീ ചെയ്യുക? എന്ത് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുക? ഈ കുന്നും പ്രദേശം അത്ര ഈസി അല്ല, നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും അത്ര ഈസി ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ ഈ ഒരു ചോദ്യം കേൾക്കുന്നത് വരെ അദ്ദേഹം ഈ ഒരു സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവർക്ക് 50 പൈസ കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. The cracks in our homes and society that no longer care for old. ആ ഒരു സമയത്താണ് ഇദ്ദേഹം ആ ഒരു സ്ത്രീയുടെ കണ്ണിൻ്റെ ചുറ്റിലും വന്നിട്ടുള്ള ക്രാക്സ്, വിള്ളലുകൾ, അതായത് ചുളിവൊക്കെ വന്നിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോവാറുണ്ട്. ആ സംഭവങ്ങളൊക്കെ മൂപ്പര് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഈ ഒരു വിള്ളൽ, ഇതുപോലത്തെ ചുളിവുകളാണ് നമ്മുടെ സൊസൈറ്റിയിലും വീണിട്ടുള്ളത്, അതേപോലെ തന്നെ വീടുകളിലും. അവിടെ രണ്ടിടത്തും വയസ്സായവർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. He is ashamed of being a part of the system which does not value the old. അദ്ദേഹത്തിന് നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു സിസ്റ്റം, ഏത് സിസ്റ്റമാണോ വയസ്സായവർക്ക് വില മതിക്കാത്തത്, ആ സിസ്റ്റത്തിൽ ജീവിക്കേണ്ടി വരുന്നത്, ആ സിസ്റ്റം അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നതിൽ അദ്ദേഹത്തിന് നാണക്കേട് തോന്നി. The speaker who had until then considered the old woman insignificant because he has not seen the kind of struggle the old woman has witnessed in her life. അദ്ദേഹം ഒരിക്കലും ഈ ഒരു വയസ്സായ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ കണ്ട അത്ര പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ ജീവിതം നിലനിർത്താൻ വേണ്ടി വന്നിട്ടുള്ള സ്ട്രഗിൾസ് ഇദ്ദേഹം ഇതുവരെ സാക്ഷിയായിട്ടില്ല. At the end of the poem, he finds himself getting reduced in his worth and in his own esteem. ഈ ഒരു പോമത്തിൻ്റെ അവസാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ നിലക്കും വിലക്കും ഒത്തിട്ട് ചുരുങ്ങിപ്പോയത്. അതുവരെ ഇദ്ദേഹം എന്തൊക്കെയാണെന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് വലിയ വെർത്തൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ വില ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാണോ ഈ ഒരു മുത്തശ്ശിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങി, അന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിലം വില അനുസരിച്ച് ചുരുങ്ങിയത് എന്നാണ് പറയുന്നത്. താങ്ക് യു. താങ്ക്സ് ഫോർ ലിസണിങ്.